ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് കുറച്ച് മെസ്സേജ് വന്നതാണ്. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് വീട്ടിലെ കാര്യവും വർക്കും കൂടെ ആകെ കൂടിക്കുഴഞ്ഞിട്ട് ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നില്ല എന്നുള്ളത്. വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് ആയിരുന്ന സമയത്തും വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തത്, നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. നമ്മുടെ വീട്ടിലാണ് 2 കാര്യവും നടക്കുന്നത്. പക്ഷേ നമ്മളെ വീട്ടിലെ കാര്യങ്ങളും വർക്കിൻ്റെ കാര്യങ്ങളും കൂടെ കൂടിക്കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല. അപ്പോൾ ഇതിനെ ഒരു 9 to 5 ജോബായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു 9 to 5 ജോബിന് പോകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച്, ആണുങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല, സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് ഈ വർക്കിലേക്ക് കടക്കാൻ. അപ്പോൾ ഒരു 9 to 5 ജോബിന് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടേ നമ്മൾ പോകത്തുള്ളൂ അല്ലേ? സെയിം വേ ഈ ഒരു വർക്ക് ഫ്രം ഹോം പരിപാടിക്കും നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ഒതുക്കിയിട്ടേ ഇതിലേക്ക് കിടക്കാവുള്ളൂ. അല്ലാതെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി വർക്കിന് കയറി പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ പോയിട്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ വൈകിട്ടത്തെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഒരു ആ ഒരു ബാലൻസ് നമുക്ക് പോകും. കംപ്ലീറ്റ് ഇത് ഏതാണെന്ന് നമ്മുടെ ബ്രെയിൻ തന്നെ തിരിച്ചറിയില്ല. ഓക്കെ, ഇത് നമ്മുടെ പാർട്ടാണ്, അതും നമ്മുടെ പാർട്ടാണ്, ഇതിൻ്റെ എല്ലാം കൂടെ സ്ട്രെസ്സ് അങ്ങോട്ട് കയറി വരും. സോ ഞാൻ ഫോളോ ചെയ്യുന്നത് രാവിലെ തന്നെ വീട്ടിലെ ജോലികൾ ഒതുക്കും. അതായത് മെയിനായിട്ട് അടുക്കള പണിയായിരിക്കുമല്ലോ. പിള്ളേരെ വിടുന്നതും ഒക്കെ ഒരു 8:30, 9 ആകുമ്പോഴത്തേക്കും തീർത്ത് പിന്നെ നമ്മൾ പുറത്ത് 9 to 5 ജോബിന് പോകുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുളിച്ച് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് തന്നെ നമ്മൾ വർക്കിന് കയറും. സെയിം വേ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡ്രസ്സപ്പ് ചെയ്ത് ആ ഇരിക്കുന്ന നൈറ്റിയിലോ അല്ലെങ്കിൽ പൈജാമാസിലോ ഇരിക്കാണ്ട് കുറച്ചൊന്ന് അത്യാവശ്യം ഒന്ന് നമുക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, നമ്മളൊരു ജോലി ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനൊരു ഇതിൽ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് തന്നെ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യുമല്ലോ, പരിപാടി തീർക്കുമല്ലോ, വർക്കൊക്കെ തീർത്ത് ഇനി നെക്സ്റ്റ് ബാക്ക് ടു ഹോം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ മാറിയിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് അയക്കുന്നതാണെങ്കിലും അതൊരു റിച്വലായിട്ട് തന്നെ ഫോളോ ചെയ്ത് അത് ക്ലോസ് ഡൗൺ ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്ത് പിന്നെ നമ്മൾ അതിലേക്ക് നോക്കരുത്. ഇപ്പം പണ്ട് ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് ആയിരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി 8 മണിക്ക് പരിപാടിയെല്ലാം തീർത്ത് വീട്ടിലേക്ക് കടന്ന് വീട്ടിലെ ജോലിയെല്ലാം തീർത്തെന്ന് കണ്ടു കഴിഞ്ഞ് കുറച്ച് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും പോയിട്ട് പണി ചെയ്യാനിരിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യരുത്. ആ ഒരു ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ വെക്കണം. ഇത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യില്ല. പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ആദ്യം തൊട്ട് ഇതിങ്ങനെ ട്രൈ ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് വന്ന ഒരാളാണ്. എനിക്ക് ഇപ്പോൾ രാവിലെ എണീറ്റ് അടുക്കളയിലെ പണിയെല്ലാം തീർത്തിട്ട് ഫ്രഷ് ആവാതെ നമുക്ക് വർക്കിലേക്ക് ഇരിക്കാൻ പറ്റാറില്ല. അത് നമുക്ക് ആ ഒരു ഫീല് തരുന്നില്ല. ഇത് ശരിയല്ലല്ലോ. നമ്മൾ ഒരു 9 to 5 ജോബിന് പോകുമ്പോഴും എത്രത്തോളം ഒരുങ്ങിയാണോ പോകുന്നത് ഏതാണ്ട് അത്രയും തന്നെ നമ്മൾ ഒരുങ്ങി ഇതിലേക്ക് കടക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ മൈൻഡിനെ നമുക്ക് അങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബാലൻസ് നമുക്ക്